ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പെഡൽ ആൻഡ് പാത്ത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. ആക്ച്വലി ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്ന ഒരു വലിയ ഇഷ്യൂ ആണ്. മോറോവർ ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഒരു ഇൻസെക്യൂരിറ്റിയാണ്. എന്ന് വെച്ചാൽ ആ ഇൻസെക്യൂരിറ്റി വരുന്നത് നമ്മൾ നല്ലതാണോ, ലൈക്ക് നമ്മൾ ഫ്യൂച്ചറിൽ എന്താകും, നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ ഇരിക്കും, നമ്മൾ പോകുന്ന പാത്ത് കറക്റ്റാണോ, ഇങ്ങനെയുള്ള സെൽഫ് ഡൗട്ട്സാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ മറ്റുള്ളവരായിട്ട് നമ്മൾ തന്നെ കമ്പയർ ചെയ്യുന്നത്. ആക്ച്വലി ഇതാണ് ആ ഒരു ഇൻസെക്യൂരിറ്റിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അങ്ങനെ നമ്മളെക്കുറിച്ച് ആലോചിച്ച് ഇനി ഫ്യൂച്ചറിനെ ഓർത്ത് പേടിച്ച്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിന് എന്തെങ്കിലും നെഗറ്റീവ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവുമോ എന്ന് ഓർത്ത് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് ആ ഒരു പ്രോസസ്സിനെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഇത് മിക്കവരിലും ഇപ്പോൾ വളരെ ഒരു ഏർലി ഏജിൽ തന്നെ എല്ലാവരിലും കണ്ടുവരുന്നൊരു പ്രശ്നമാണ്. ആൻഡ് ഇത് പതുക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ ലൈഫ് ലോങ് എവ്രി ഡേ ഇതുമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരും. ദാറ്റ് മീൻസ് ഇറ്റ് ആക്ച്വലി കിൽസ് അവർ ഹാപ്പിനെസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യുക. ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്പോ ട്രിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷേ ആക്ച്വലി അതൊന്നുമില്ല. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ സംഭവം, ഈ ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാർ വേറൊരു വേൾഡിലാണ് ജീവിക്കുന്നത്. ഒരു ഡ്രീം പോലത്തെ ഒരു ഡ്രീമല്ല, ശരിക്കും ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള, ആകെ ഒരു പ്രഷറിലായിട്ടുള്ളൊരു വേൾഡിലാണ് അവർ ശരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ വേൾഡിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാം. അത് പുറത്തേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, ഓവർ തിങ്കിങ് കിൽസ് ഹാപ്പിനെസ് എന്ന്. അപ്പോൾ നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത്തരം ആൾക്കാരെ നിങ്ങൾക്കറിയാമെങ്കിൽ മാക്സിമം അവരുമായിട്ട് സംസാരിച്ച് അവരെ മാക്സിമം ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾ അവർക്കുള്ള ധൈര്യം കൊടുക്കുക, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ബിക്കോസ് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒരിക്കലും, നമ്മളെപ്പോലെ എന്നല്ല, ഏത് തരത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് പേടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പ്രസൻറ്റിൽ തന്നെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ ജീവിക്കണം. കാരണം ഫ്യൂച്ചറിൽ എന്ത് നടക്കുമെന്ന് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുക. സോ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓവറായിട്ട് ടെൻഷൻ അടിക്കേണ്ട. ഇപ്പം നാളെ നടക്കാൻ പോകുന്നൊരു വലിയ കാര്യമാണ്, ഇന്നേ അതിന് ടെൻഷൻ കൂടണോ? വേണ്ട, ഇന്ന് സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങുക. ആൻഡ് നാളെ അതിനെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ ഓവർ തിങ്കിങ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളിത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയാലോ.